ഈ നാട്ടിൽ ആർക്കും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. നമ്മുടെ ജീവിതം നമ്മളാണ് തീരുമാനിക്കുന്നത് അത് എങ്ങനെ പോകണം എന്നുള്ളത്. പക്ഷേ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ പഴിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഞാൻ പറയുന്നത് മറ്റാരെക്കുറിച്ചല്ല, രേണു സുധിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ രേണു സുധിയെക്കുറിച്ച് കേൾക്കാനോ അല്ലെങ്കിൽ അറിയാനോ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. അതല്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ശരിക്കും സോഷ്യൽ മീഡിയ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് രേണു സുധിയുടെ വീടിനെ കുറിച്ചാണ്. അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതെൻ്റെ മക്കൾക്ക് കിട്ടിയ വീടാണ്, ഇത് സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് കിട്ടിയ വീടാണ്. ആ വീടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. സ്ഥലം കൊടുത്ത ബിഷപ്പ് സംസാരിച്ചു, വീട് വെച്ചു കൊടുത്ത ഗ്രൂപ്പിലുള്ള ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി സംസാരിച്ചു. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് വെറൈറ്റി മീഡിയ ലൈവ് ചാനലിൽ രേണു സുധിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂറായിട്ട് വന്നത് റോഹനാണ്. ശരിക്കും റോഹൻ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഒരു ഇൻ്റർവ്യൂവർ എങ്ങനെയാവണമെന്ന് റോഹനെ കണ്ടുപഠിക്കണം. അമ്മാതിരി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, ആരെയും വിഷമിപ്പിക്കാത്ത എന്നാൽ വേണ്ട ഉത്തരങ്ങൾ കിട്ടുന്ന ചോദ്യങ്ങൾ തന്നെയാണ് റോഹൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും ആ ഇൻ്റർവ്യൂ ഒന്ന് കേൾക്കാം. അതിന് മുൻപായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ രേണു സുധിയുടെ ശത്രുവല്ല. എനിക്ക് രേണു സുധിയുമായിട്ട് യാതൊരു വ്യക്തി വൈരാഗ്യവും ഇല്ല. ഒരു സമയത്ത് ഞാൻ രേണു സുധിയെ സപ്പോർട്ട് ചെയ്ത ഒരാളുമാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ ചെയ്തികൾ അല്ലെങ്കിൽ അവരെ കൊണ്ട് മറ്റു പലരും ചെയ്യിക്കുന്ന കാര്യങ്ങൾ വളരെ മോശമാണ്. ഇവരുടെ മറപറ്റി ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒന്ന് രണ്ട് വ്യക്തികളെയും നമുക്കറിയാം. എവിടെ നോക്കിയാലും ഒരു തല നമുക്ക് കാണും ഇവരുടെ പുറകിൽ. എന്നാൽ ആ വ്യക്തി ഇവരുടെ ഈ കോൺട്രവേഴ്സിലൊന്നും ഭാഗവുമല്ല. പക്ഷേ അയാളുടെ ഫേസ് എപ്പോഴും ലൈം ലൈറ്റിൽ തെളിഞ്ഞ് നിൽപ്പുണ്ട്. ഇത് രേണു സുധി മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അതോ ഇനി ഈ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന രീതിയിൽ കൂടെ നടക്കുന്നതാണോ ആ വ്യക്തി, അതും എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ആ ഇൻ്റർവ്യൂവിലെ ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും എന്ത് വേഷം തന്നെ ചെയ്യും. ലാൽ ജോസ് സാർ വിളിച്ചു രേണുസുദിനെ വിളിച്ചിട്ട് ഇങ്ങനൊരു സിനിമയിൽ ഓഫറുണ്ട്, ഒരു മൂവിയിലെ വേഷമുണ്ട്, ചെയ്യണം എന്ന് പറയുമ്പോൾ തിരിച്ച് രേണുസുതി എന്ത് ചെയ്യും? ഡിമാൻഡ് ചെയ്യും, എനിക്ക് ഇത്ര സ്ക്രീൻ സ്പേസ് ഉള്ള വേഷം വേണം, എനിക്ക് കാരവാൻ വേണം, എനിക്ക് ഇന്ന ക്യാരക്ടർ വേണം. ഒരിക്കലുമില്ല സാർ. ഒരാൾ എന്ത് ചെയ്യണം? രേണുസുധിയെ സംബന്ധിച്ച് അവർ അഭിനയിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. ആൽബം ചെയ്യുന്നു, ഷോർട്ട് ഫിലിം ചെയ്യുന്നു, വെബ് സീരീസുകൾ അല്ലെങ്കിൽ സിനിമകൾ ഒക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏത് വേഷം കിട്ടിയാലും അവർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ലാൽ ജോസ് സാർ ഒരു സിനിമയ്ക്ക് ഓഫർ തന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ് ചെയ്യുമോ, അതോ ഏത് ക്യാരക്ടർ എന്നാലും ചെയ്യുമോ? ഇതാണ് ചോദ്യം. ഇല്ല, ഞാൻ എന്ത് ക്യാരക്ടർ എന്നാലും, ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ എന്തെന്നാലും ഞാൻ ചെയ്യും എന്നാണ് രേണു സുധി പറയുന്നത്. ഈ ചോദ്യം റോഹൻ ചോദിച്ചത് മറ്റൊരു ചോദ്യത്തിലേക്കുള്ള ലീഡാണ്. നമുക്ക് ആ ചോദ്യം എന്താണെന്ന് കേട്ട് നോക്കാം. വിളിച്ചല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം കരുതും. ശരിക്കും അങ്ങനെ ഒരു ഓഫർ തരുന്ന സമയത്ത് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസിൽ കാണുന്ന ഒരു വാല്യൂ കാണുന്ന ഒരാളാണ് അല്ലേ? അപ്പോൾ അതിന് വലിയ ഡിമാൻഡ് ഒന്നും കാണിക്കാത്ത ഒരാളാണ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ രേണുസുദിനെയും ഒരു പക്ഷേ മക്കളെയും ഓർത്ത് ഒരു പക്ഷേ സാഹചര്യത്തെയും അവസ്ഥയും കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും KHDC എന്നൊരു കൂട്ടായ്മ ശരിക്കും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ തന്നൊരു ഓഫറിനെ, അങ്ങനെ തന്നു കിട്ടിയ ഓഫറിനെ ഡിമാൻഡ് കാണിക്കാത്ത രേണുസുദി എന്തുകൊണ്ടാണ് ഒരു വീടിന് ഇത്രയധികം പരാതികളായിട്ട് വരാൻ? ഞാൻ ഡിമാൻഡ് കാണിച്ചില്ല, പരാതി പറഞ്ഞു, എനിക്കല്ലല്ലോ വീട് തന്നത്. ഈ ഇന്റർവ്യൂവിനകത്ത് പല പ്രാവശ്യവും രേണുസുധി പറയുന്നുണ്ട്, എനിക്കല്ലല്ലോ വീട് തന്നത്, മക്കൾക്കാണല്ലോ, എനിക്കല്ലല്ലോ വീട് തന്നത്, മക്കൾക്കാണല്ലോ. ഈ ഇൻ്റർവ്യൂവിനകത്ത് മാത്രമല്ല, പല വേദികളിലും പല ഓൺലൈൻ ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്തും രേണുസുധി പറയുന്നൊരു വാചകമാണ്, എനിക്കല്ല വീട് തന്നത്, മക്കൾക്കാണ്. അവിടെ ഒരു ഈഗോ കടന്ന് കളിക്കുന്നില്ലേ എന്നൊരു സംശയം ആ സമയം മുതലേ ഉണ്ട്. ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോഴും എൻ്റെ മനസ്സിലൂടെ പോയൊരു ചോദ്യമാണത്. ഞാനും ചോദിച്ചോട്ടെ, രേണുസുധി തന്നെ പറയുന്നുണ്ട് ആ രണ്ടുപേരും എൻ്റെ മക്കളാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കിച്ചു ആയിക്കോട്ടെ, ഋതപ്പനായിക്കോട്ടെ, ഈ രണ്ട് കുട്ടികളും ഇവരുടെ മക്കൾ തന്നെയാണ് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ആ മക്കൾക്ക് കിട്ടിയ വീട് ഇവർക്ക് ഇവരുടെ വീടായിട്ട് കൺസിഡർ ചെയ്തുകൂടാ? അങ്ങനെ കാണാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഇപ്പം മക്കളുടെ പേരിലാണ് വീട് കൊടുത്തതെങ്കിൽ പോലും അത് ഇവരുടെയും കൂടി വീടായിട്ട് അവർക്ക് എന്തുകൊണ്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല? ആ വീട് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ആ വീട്ടിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും എന്തുകൊണ്ട് ഇവർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല? പറയുന്നത് പൈസ വരട്ടെ. ഈ വീട് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 10-11 മാസമായി. ഇത്രയും കാലങ്ങൾക്കിടയിൽ ആ വീട്ടിൽ ഇവരുടേതായിട്ട് ഇവരൊന്നും സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇവർ പറയുന്നുമില്ല. ഇവർ ചോർച്ചയുണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ വെള്ളം അകത്ത് വീഴുന്നുണ്ടെന്ന് പറയുന്നു. എന്തുകൊണ്ട് ഇവർക്കായിട്ട് ചെയ്തുകൂടാ? ശരിക്കും ഇപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീട് വെച്ച് കൊടുത്തവരെ പല രീതിയിലും ബ്ലെയിം ചെയ്യാണ്. പല രീതിയിലും നന്ദി കാണിക്കണ്ട, പക്ഷെ നന്ദികേട് കാണിക്കാതിരിക്കാം. പല കാര്യങ്ങൾക്കുള്ള മറുപടി രേണു തന്നെ പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ ഇവർ എത്തരത്തിലുള്ളൊരു സ്ത്രീയാണോ എന്ന് തോന്നിപ്പോവും. സഹായം വാങ്ങിച്ചിട്ട് കുറേ നാൾ കഴിയുമ്പോൾ കാലും മടക്കി തൊഴിക്കുന്നൊരു പരിപാടി, അതാണ് ഇപ്പോൾ രേണുസുധി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്കിയൊന്ന് കേട്ട് നോക്കാം. എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടാണ്. നമ്മൾ അവിടെ താമസിക്കുന്ന തന്നെ മൂത്ത മോൻ അവിടെ നിൽക്കുന്നില്ല, പഠിക്കാൻ പോയിക്കാണ്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന ആ 5 വയസ്സുള്ള കുഞ്ഞിനെ നോക്കണം, അതിനെ ഒറ്റപ്പെടുത്താൻ പറ്റും. എന്നിട്ട് രേണുസുധി അവിടെ നിന്നിട്ട് 5 വയസ്സുള്ള കുഞ്ഞിനെ നോക്കുന്നുണ്ടോ? രേണുസുധിയുടെ അച്ഛനും അമ്മയും കൂടിയാണ് കുട്ടിയെ നോക്കുന്നത്. ഇവർ ഫുൾ ടൈം യാത്രകളാണ്, ഷൂട്ടാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെ 5 വയസ്സുള്ള കുട്ടീനെ 60-62 വയസ്സുള്ള അച്ഛനമ്മമാരെ ഏൽപ്പിച്ചിട്ട് പോകാൻ കാണിക്കുന്ന ഒരു മനസ്സ്. അപ്പോൾ ചോദിക്കും, അവർക്ക് ജീവിക്കേണ്ടേന്ന് ചോദിക്കും. ഇവർ തന്നെ പറയുന്നുണ്ട് 5 വയസ്സുള്ള കുഞ്ഞിനെ എനിക്ക് കളയാൻ പറ്റുമോ? പക്ഷേ ഇവരല്ല കുഞ്ഞിനെ നോക്കുന്നത്. അത് സാഹചര്യമാണെന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താം. ഓരോ വ്യക്തികളുടെ സാഹചര്യമാണ്. ഇവർക്ക് അഭിനയിക്കാൻ പോയാൽ മാത്രമേ അവർക്ക് വരുമാനം കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ അഭിനയം എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യമായിരിക്കില്ല. ചിലപ്പം അവരുടെ നാട്ടിൽ നിന്ന് കൊച്ചിയിലോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലോ പോയി അഭിനയിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കുട്ടിയെ നോക്കാൻ വീട്ടിൽ ആൾ വേണം. അമ്മയും അച്ഛനെയും കൂടെ നിർത്തിയിരിക്കുന്നു. ഇവരുടെ പെങ്ങളും അവിടെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. സുധിച്ചേട്ടൻ്റെ അമ്മ കൊല്ലത്താണ്, കിച്ചുവും കൊല്ലത്താണ്. കിച്ചു ഈ വീട്ടിലേക്ക് വരുമ്പോൾ കിച്ചു ഒരു ഗസ്റ്റ് വരും പോലെയാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത്, ഇവരുടെ വീട്ടുകാരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? സമൂഹം വെറുതെ ഒരാളെ കുറ്റപ്പെടുത്തില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ
അവരുടെ ഭാഗത്തും മിസ്റ്റേക്സ് വരുന്നതാണ് കുറ്റപ്പെടുത്തലുകൾ വരുന്നത്. അപ്പോൾ അതും അക്സെപ്റ്റ് ചെയ്ത് മാറാൻ ഇവർ തയ്യാറല്ല. ഞാൻ ഇങ്ങനെ പോകും, എനിക്കിങ്ങനെ പറ്റൂ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ പോകും എന്ന രീതിയിലാണ് രേണുസുതി ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി നോക്കാം. ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല. സോ നമ്മൾ എന്ത് ഡിമാൻഡ് കാണിച്ചെന്ന് മനസ്സിലായില്ല. എന്താണ് പറഞ്ഞത്? വീടിന്റെ കാര്യത്തിൽ പരാതി പറഞ്ഞതല്ല. അത് റോഹൻ ഒരു ദിവസം വന്ന് നോക്കൂ. ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഇപ്പം വന്നു കഴിഞ്ഞാൽ അത് എന്നോട് ആരാണ് നടത്തുന്നത്, മീഡിയ എന്നാണ് ചോരുന്നുണ്ടെന്ന് വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കള്ളത്തരമൊന്നുമില്ല. രേണുസുതിയുടെ അമ്മാവൻ്റെ മോനൊന്നുമല്ലല്ലോ മീഡിയക്കാരൻ. ഒരു വർഷമായ വീട്ടിൻ്റെ മുന്നിൽ വെച്ചുമല്ല ഇൻ്റർവ്യൂ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു വർഷം പോലും ആയിട്ടില്ല. അങ്ങനത്തെ ഒരു വീട്ടിൽ ചോർച്ചയുണ്ടോ എന്ന് ആ മീഡിയക്കാരൻ ചോദിക്കണമെങ്കിൽ ഇയാളോട് മുന്നേ കൂട്ടി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ലേ ഒരു ചോർച്ച ഉണ്ടെന്നുള്ളത്? അത് പറയാതെ എങ്ങനെയാണ് അയാൾ ചോദിക്കുന്നത്? വീടിന് ചോർച്ചയുണ്ടോ, എവിടെയൊക്കെ ചോരുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് രേണുസുതി പറയുന്നുണ്ട് എവിടെയൊക്കെയാണ് ചോർച്ചയുള്ളതെന്നുള്ളത്. അത് ആ ബൈറ്റ് കണ്ടാൽ അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ രേണുസുതി മാറ്റി പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ചോർച്ചയുണ്ടെന്നല്ല പറഞ്ഞത്. ചോർച്ച ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ചോർച്ച ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. പക്ഷേ ബൈറ്റ് കൊടുത്ത വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദത്തപ്പൻ കിടക്കുന്ന 5 വയസ്സുള്ള കുട്ടി കിടക്കുന്ന റൂമിൽ ചോർച്ചയുണ്ട്, ആ കുഞ്ഞിൻ്റെ മുറിക്കകത്ത് ചോർച്ചയുണ്ട്, ആ കുട്ടി അപ്പോഴും അവിടെയാണ് കിടക്കുന്നത്. 5 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് എത്ര കൺസിഡറേഷൻ അവർ കൊടുക്കുന്നുണ്ട്, എത്ര ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്? ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ്. ഇവരുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നു, അല്ലെങ്കിൽ ചെയ്യുന്നു, പറയുന്നു. കുടുംബത്തെ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിച്ചുവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് കിച്ചുവിൻ്റെ ഈ പറയുന്ന അമ്മൂമ്മയാണ്. ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് രേണുസുധിയുടെ അച്ഛനും അമ്മയാണ്. അപ്പോൾ ഇവർക്ക് എന്താണ് ഇതിൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത്? വീടിൻ്റെ കാര്യങ്ങൾ ഈ ഇൻ്റർവ്യൂവിനകത്ത് പലപ്പോഴും വീടിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് അച്ഛനാണ് നോക്കുന്നത്. രേണുസുധിക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം അങ്ങനെയാണ്. ആ വീടിൻ്റെ കാര്യത്തിലോ കുട്ടിയുടെ കാര്യത്തിലോ രേണുസുധിക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. കുട്ടിയെ നോക്കണ്ടേ? പിന്നെ ഒരു വാക്ക് പറയുന്നുണ്ടായിരുന്നു, എന്താ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യം നോക്കിക്കോ, പക്ഷേ കുഞ്ഞിനെ ഞാൻ തന്നുവിടില്ല. ഈ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്ന കാര്യമാണ്. ഈ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞാൽ അവനവൻ്റെ നാവ് ശരിയല്ലെങ്കിൽ ഇങ്ങനെ പല സംഭവങ്ങളും പബ്ലിക്കിലേക്ക് എടുത്തെറിയും, പബ്ലിക് അത് ചോദ്യം ചെയ്യും. നമുക്ക് ബാക്കി ഒന്ന് കണ്ടു നോക്കാം. എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ആദ്യം കാണുന്നവർക്ക് ഭയങ്കര ചാടി, പക്ഷേ എന്നോട് ഒരു ഒറ്റ തവണ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അറിയും. കാരണം മനസ്സിലൊന്നും നിൽക്കൂല. ഞാൻ മനസ്സിൽ കള്ളത്തരം വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് പറയുന്ന ഒരാൾ ഞാൻ മനസ്സിലൊന്നും വിട്ടു പറഞ്ഞു എന്തുവാട്ടെ, എനിക്ക് ദോഷമാണോ അല്ലെങ്കിൽ എനിക്ക് ഗുണമാണോ നോക്കാതെ പറയുന്നൊരു സാധനമാണ് ഞാൻ. വീട് ചോരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണത്. നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് നോക്കാതെ വായി തോന്നി വിളിച്ച് പറയുന്നത്. ഈ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നൊരു പഴമൊഴിയുണ്ട്. അവസാനം പറഞ്ഞു കഴിഞ്ഞായിരിക്കും ചിന്തിക്കുന്നത്, അയ്യോ ഞാനത് പറയാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. അതാണ് ഇപ്പോൾ രേണുസുധി പറയുന്നത്. എനിക്ക് ദോഷം വരുമോ ഗുണം വരുമോ? ദോഷം വരുന്ന കാര്യം പറയരുത്. ഇപ്പോൾ ആ വീടിൻ്റെ കാര്യം, ആ ചോർച്ചയുടെ കാര്യം എന്തുകൊണ്ട് പബ്ലിക് മീഡിയയിൽ പറയുന്നതിന് മുൻപ് ആ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിനെ അറിയിച്ചില്ല? അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാമായിരുന്നല്ലോ, അത് നിങ്ങൾ ചെയ്തിട്ടില്ല. പൈസ വന്നിട്ട് ചെയ്യാം. ഇത്രയും നാളും പുളിങ്കുരു കിട്ടാൻ വേണ്ടി അല്ലല്ലോ പണിക്ക് പോയത്. ഈ അഭിനയിക്കാൻ പോയതാണെങ്കിലും വെറുതെ അറ്റ്ലീസ്റ്റ് ഒരു 1000 രൂപ കിട്ടിയിട്ടുണ്ടാവില്ലേ? കഴിഞ്ഞ 11 മാസം എല്ലാ ദിവസവും തിരക്കാണ്. രേണുസുധിക്ക് തിരക്കാണ്, നിൽക്കാൻ സമയമില്ല. എനിക്ക് എൻ്റെ ലോജിക്കൊന്നും മനസ്സിലാവില്ല. അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇവർ ഈ സോഷ്യൽ മീഡിയ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. കേൾക്കാൻ പറ്റും. വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മഴ, ഇതാണ് പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. വീട് വെള്ളം വീഴുന്നു അങ്ങനെയല്ല പറഞ്ഞത്. വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ ബാൽക്കണിയിലും ചോർച്ചയുണ്ടെന്ന് പറഞ്ഞു, ആ കുട്ടി കിടക്കുന്ന റൂമിലും ചോർച്ചയുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എന്തിനാണ് ഇങ്ങനെ ഉരുളുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ കേട്ടവർക്ക് ഓർമ്മയുണ്ടാവും എന്താണ് നിങ്ങൾ പറഞ്ഞെന്നുള്ളത്. അതും ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണ്. ചോർച്ചയുണ്ടോ? ചോർച്ച ഇല്ലെന്ന് പറയാമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ പേഴ്സണലി വിളിച്ച് പറയാമല്ലോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ എന്ന് ചോദിക്കാം. അതിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാമല്ലോ. ഇതൊന്നും ചെയ്തിട്ടില്ല. ശരിക്കും അത് റിവീൽ ചെയ്തുള്ള വീഡിയോ വീടിന്റെ അവിടെ വെച്ചിട്ട് പറഞ്ഞതാണോ? അല്ല, പുറത്തല്ലേ? ശരിക്കും ആ ചാനലുകാരൻ അപ്പം എങ്ങനെ ചോദിക്കാം? ശരിക്കും ആ ചാനലുകാരൻ എങ്ങനെ മനസ്സിലായി വീട് ചോരുന്നത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ റോഹൻ, ഹാറ്റ്സ് ഓഫ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ചാനലുകാർക്ക് എങ്ങനെ മനസ്സിലായി ആ വീടിന് ചോർച്ചയുണ്ടോ? പറഞ്ഞു പറയിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിച്ചാൽ മതി. അതിന് ഈ ഷവർമയൊന്നും കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക. അപ്പം ഞാൻ വെള്ളം വീഴാറുണ്ട്, പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ വെള്ളം വീഴും. സത്യമാണ്. ഇത് അതിന് കുറേ പ്രോബ്ലം പിന്നീട് നമ്മൾ എനിക്ക് എന്നെക്കാൾ കൂടെ എൻ്റെ വീട്ടിൽ പപ്പാക്കൊക്കെ അറിയാം. അവിടെ അധികം നിൽക്കത്തില്ല. ഈ ചില്ലിട്ടോടത്തെ രേണുസുധി അധികം അവിടെ നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ വീടുമായിട്ട് യാതൊരു ടച്ചില്ല, അറ്റാച്ച്മെൻ്റ് ഇല്ല. ഈ അവനവൻ്റെ കയ്യിലെ കാശ് മുടക്കി ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഒരു എന്താ പറയുക, എന്തെങ്കിലും കേടുപാട് വരുമ്പോൾ നമുക്കൊരു ഹാർട്ട് ഫീൽ ഉണ്ടാവുള്ളൂ. ഇതാരോ വെച്ചു കൊടുത്തൊരു വീട്, അതും മക്കളുടെ പേരിലാണ്, എൻ്റെ പേരിൽ പോലും അല്ല. അപ്പോൾ ഞാനെന്തിനത് മൈൻഡ് ചെയ്യണം? ആ വീട് എങ്ങനെ പോയാലും എനിക്കെന്താ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് രേണുവിൻ്റെ ഓരോ വാക്കുകളിലും എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കത് എങ്ങനെ ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഫുൾ നമ്മളത്തേക്ക് ഇങ്ങോട്ട് വെള്ളം വീഴുക. എറിച്ചിലെന്ന് പറയുന്നില്ലേ? എറിച്ചിലാണ് ഞാൻ ഉദ്ദേശിച്ച ചോർച്ച. ആ സാധനമാണ് പറഞ്ഞത് ഞാൻ. അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. എറിച്ചിൽ എന്നല്ല പറഞ്ഞത്, ചോർച്ച എന്ന് തന്നെയാണ് പറഞ്ഞത്. വീടിനകത്ത് വെള്ളം വീഴുന്നു, കുഞ്ഞിൻ്റെ മുറിക്കകത്ത് വെള്ളം വീഴുന്നു. ഈ എറിച്ചിൽ എന്ന് പറയുന്നത് നമ്മുടെ മുറ്റത്ത് നിന്ന് ഉമ്മറത്തേക്ക് അടിക്കുന്ന ആ ഒരു ചാറ്റലിനാണ് എറിച്ചിൽ എന്ന് പറയുന്നത്. ചോർച്ച എന്ന് പറയുന്നത് ഓടിൻ്റെ ഇടയിൽ കൂടി അല്ലെങ്കിൽ ടെറസിൻ്റെ ഇടയിൽ കൂടി വെള്ളം ഉള്ളിലേക്ക് വരുന്നതിനെയാണ് ചോർച്ച എന്ന് പറയുന്നത്. വീടിനകത്ത് എന്തായാലും എറിച്ചിൽ വരില്ലല്ലോ. നിങ്ങൾ ചോർച്ച എന്ന് തന്നെയാണ് പറഞ്ഞത്. സമ്മതിക്കണം.
ബീമിന്റെ ഫ്രണ്ടിൽ ചോറിനൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് അറിയാൻ പറ്റും. കാരണം വന്നാൽ അറിയാൻ പറ്റും ബീമില്ലേ ഫ്രണ്ടിൽ. അത് പപ്പായൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ബീമിൽ നിന്നൊക്കെ ചോരുന്നുണ്ട്. അല്ലാതെ വേറെ വാക്കിലൊന്നും ഒരു ചോർച്ചയില്ല. ഇല്ല. ഈ രേണുസുതി തന്നെ മുമ്പ് പറഞ്ഞിട്ടൊരു വാക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു മിഠായി കിട്ടിയാൽ വരെ ഞാൻ അതിനോട് ഭയങ്കരമായിട്ട് ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശരിക്കും മിഠായി കാര്യത്തിൽ എത്രത്തോളം നിങ്ങൾ ഇതിലേക്ക് കടപ്പാട് കാണിക്കുന്ന ഒരാൾ. സ്വാഭാവികമായിട്ട് ഒരാളുടെ ലൈഫിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും സ്വപ്നത്തെ ഏറ്റവും ഭംഗിയായിട്ടുള്ള വീട് കിട്ടിയിട്ടും ആ ചെയ്ത ഒരാളെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആൾ വിളിച്ച് പരാതി പറയുമ്പോഴും ഇങ്ങനെ ചോരുണ്ടെന്ന് പറയുമ്പോഴും ചെയ്യുന്ന എന്താണ് നന്മ കിട്ടിയതിനെ അപ്പുറത്തേക്ക് ഒരു പരാതി പ്രശ്നം തന്നെയാണ് അല്ലേ? അത് എന്ത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ആളെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെ വിളിച്ച് സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല എൻ്റെ പപ്പ വിളിച്ചിട്ടുണ്ട് ഒരുപാട്. അത് പിന്നീട് പപ്പ തന്നെ എല്ലാം പപ്പ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും അത് പപ്പയ്ക്ക് അറിയാം. കഴിഞ്ഞ ദിവസം വരെ ഇളയ കുട്ടിയാണ് മറ്റേ മൊമൻറ്റോ പൊട്ടിക്കുന്നു പറഞ്ഞിട്ട് മൊമൻറ്റോ എടുത്ത് കട്ടിലടിയിലിട്ടത്, ചാക്കിൽ കെട്ടിയിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് കിച്ചു വന്നിട്ട് വീഡിയോ എടുത്തു, അതുകൊണ്ടാണ് ഇതൊക്കെ നാട്ടുകാർ അറിഞ്ഞത്. ഇപ്പോൾ ദേ പപ്പ എല്ലാം പപ്പയാണ് ചെയ്തത്. എനിക്കതൊന്നും അറിയില്ല, അതല്ല പപ്പയാണ് നോക്കുന്നത്. എന്നാൽ പിന്നെ പപ്പയെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ എടുത്താൽ പോരായിരുന്നു. എന്തിനാണ് ഇവരുടെ ആവശ്യം? പപ്പയെ വിളിച്ചിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ, എന്തൊക്കെ സംഭവിച്ചത് എന്ന് പപ്പയോടൊന്ന് ചോദിച്ചാൽ പോരെ. അപ്പോൾ നമുക്കിങ്ങനെ ലൈംലൈറ്റ് തിളങ്ങി നിൽക്കണം, പക്ഷേ ഒരു റെസ്പോൺസിബിലിറ്റിയും എനിക്ക് എടുക്കാൻ പറ്റില്ല. അതൊക്കെ അവരവരൊക്കെ ചെയ്തോളൂ. എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. ആ വീട് എങ്ങനെ പോയാലും ഡസൻ മാറ്റർ. ഇതാണ് ഒരു ആറ്റിറ്റ്യൂഡ്. പറയും കാരണം വിളിച്ചിട്ടുണ്ട്, അന്നേരം എല്ലാം കിട്ടിയ മറുപടി വേറെയാണ്. അത് പപ്പ തന്നെ പറയുന്നുണ്ട്. പപ്പയുടെ ഫോണിലുണ്ടല്ലോ. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകാരെ പപ്പ വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി വേറെയാണ്. അത് പപ്പ തന്നെ വന്ന് പറയും. അപ്പോൾ ഇതിവിടെ അവസാനിക്കുന്നില്ല, ഇങ്ങനെ ലൂപ്പ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇനി പപ്പയുടെ ഇൻ്റർവ്യൂ, അത് കഴിയുമ്പോൾ മറ്റേ ഫിറോസിക്കയുടെ അടുത്ത ഇൻ്റർവ്യൂ, അത് കഴിയുമ്പോൾ ബിഷപ്പിൻ്റെ അടുത്ത ഇൻ്റർവ്യൂ, വീണ്ടും രേണുസുതി വന്ന് വീണ്ടും മെഴുകൽ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ആരൊന്നും പറഞ്ഞേക്കരുത്. ഇത് കാണുന്നതാണ് പറഞ്ഞു പോകുന്നത്, പ്ലീസ്. എനിക്കത് ഞാൻ നേരിട്ട് കോൺടാക്ട് ഇല്ല, ആ ആളുമായിട്ട് ഞാൻ നേരിട്ട് കോൺടാക്ട് ഇല്ല. ഉണ്ടായിരുന്നു നേരത്തെ വീട് വെക്കുന്നതിനൊക്കെ മുന്നേ കോൺടാക്ട് ഉണ്ടായിരുന്നു. അത് വല്ലപ്പോൾ വീടിന്റെ കാര്യമൊക്കെ സംസാരിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതാണ് നന്ദികേടെന്ന് പറയുന്നത്. വീട് വെച്ച് കിട്ടുന്നത് വരെ അവരുമായിട്ട് കോൺടാക്ട് ഉണ്ട്. ആവശ്യം കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ? പാലം കടക്കുവോളം നാരായണ, പാലം കടന്നപ്പോൾ കൂരായണ. വീട് വെച്ച് കിട്ടി, അത് എന്തുകൊണ്ട് കോൺടാക്ട് ചെയ്തില്ലെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, രേണുസുതിയുടെ പേരിലല്ലല്ലോ വീട്, കുട്ടികളുടെ പേരിലല്ലേ. അപ്പോൾ ഞാൻ ഇനി എന്തിനാണ് അവരെ കോൺടാക്ട് ചെയ്യുന്നത്? എൻ്റെ ആവശ്യം എന്താ? ഹൗസ് വാമിങ് കഴിയുന്നത് വരെ കോൺടാക്ട് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കോൺടാക്ട് ഇല്ല. അതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ ഇവർ എത്ര നന്ദി കെട്ടൊരു വ്യക്തിയാണെന്നുള്ളത്? നമുക്കൊക്കെ ഒരാളൊരു സാധനം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓർമ്മ നമ്മുടെ മരണം വരെ ഉണ്ടാവും. ഇടയ്ക്ക് അവരെ വിളിച്ചിട്ട് അറ്റ്ലീസ്റ്റ് വിശേഷം ചോദിക്കാമല്ലോ. അവരുടെ കോൺടാക്ട് നമ്പർ പോലും ഇവരുടെ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ വോയിസ് ഉണ്ട്, കോൺടാക്ട് ചെയ്താൽ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാൻ? ഇപ്പം ഇല്ലാന്നാണ് പറഞ്ഞത്, കോൺടാക്ട് ഇല്ല, നമ്പർ ഇല്ല എൻ്റെ. അതുകൊണ്ടാണ് ആ വീട് വെച്ച് കഴിഞ്ഞിട്ട് തൊട്ടുള്ള കാര്യമാണ് പറയുന്നത്. ശരിക്കും വീട് വെച്ച സമയത്ത് ഇപ്പം രേണുസുതി വേറെ ആരോ ആണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ അവരുടെ നമ്പറിൻ്റെ ആവുന്ന ആവശ്യമില്ല. എന്താ വീടൊക്കെ കിട്ടി, അത് പക്ഷേ കുഞ്ഞുങ്ങളുടെ പേരിലാണെന്ന് മാത്രം. ഇനിയിപ്പോൾ അവരുടെ നമ്പർ ഉണ്ടായിട്ട് കാര്യം ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? ഒറ്റ വാക്കിൽ പറയാം, നന്ദി ഇല്ലാത്തൊരു വ്യക്തി. ഇത്ര വർഷത്തേക്ക് ഞങ്ങൾ അതിൻ്റെ മെയിൻ്റെനൻസ് കൂടി നോക്കാം, അങ്ങനെ എന്തെങ്കിലും അഗ്രിമെന്റ് ഉണ്ടായിരുന്നു ശരിക്കും? അപ്പോൾ എനിക്കതിനെപ്പറ്റി സത്യമായിട്ട് റോഹാനെ എനിക്കതിനെപ്പറ്റി അറിയില്ല. ഓക്കെ, ആലോചിക്കുന്ന നമുക്കൊരു വീട് കിട്ടി. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് മക്കൾക്ക് വേണ്ടിയുള്ള വീടാണ് ആലോചിക്കുന്ന. ആ വീടൊന്ന് മാറി വേറെ താക്കോല് പൊട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് എൻ്റെ ഒരു തീരുമാനം, ആലോചനയാണ് ഞങ്ങൾ വീട്. കാരണം കേട്ട് മടുത്തു. കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട്. തീരുമാനമാണോ ആലോചനയാണോ ഉറപ്പിക്കും. കുറച്ച് ദിവസം കൊണ്ട് അത് പറയുന്നുണ്ട്. ആ വീട് പൂട്ടി കൊടുത്തിട്ട് വാടകയ്ക്ക് പോകണം. രേണുവിൻ്റെ തീരുമാനം അതാണ്, വാടകയ്ക്ക് പോകണം. അത് നാട്ടുകാരുടെ തല കൊണ്ട് വെക്കണ്ട. നാട്ടുകാർ കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് ചെയ്യുന്നതുകൊണ്ടാണ് എന്നൊന്നും പറഞ്ഞ് ഊരാൻ നോക്കണ്ട. നിങ്ങൾക്ക് താല്പര്യം അതാണ്. കാരണം നിങ്ങൾക്ക് ഇനിയിപ്പോൾ അഭിനയത്തിലേക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൊച്ചിയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ആ വീട് വിട്ടേ പറ്റുള്ളൂ. സുധിച്ചേട്ടൻ്റെ പേരും പറഞ്ഞിട്ട് ആ ലേബൽ നിങ്ങൾക്ക് വേണം, പക്ഷേ ആ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങണമെന്നുണ്ട്. അതിനിപ്പോൾ നാട്ടുകാരുടെ തലയെ കൊണ്ട് കുറ്റം ചാരണ്ടായി. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പെർഫെക്റ്റ് ആണ്. എല്ലാം അവരിവരൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഭാഗം ഞാൻ പെർഫെക്റ്റ് ആണ്, ബാക്കി എല്ലാ തെറ്റും അവരുടെയാണ്. ഇതാണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. മക്കളുടെ പേരിലും അച്ഛൻ്റെ പേരിലും സമൂഹത്തിൻ്റെ പേരിലും ഒക്കെ കുറ്റം ചാർത്തിക്കൊണ്ട് ഞാൻ പെർഫെക്റ്റ്, ഇതാണ് ഇവരുടെ ഒരു രീതി. അപ്പോൾ ഇത് ഇവിടെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. എന്തായാലും രേണുസുതി ഉടനെ വീട് മാറാൻ സാധ്യത കാണുന്നുണ്ട്. അതിനൊക്കെയുള്ളൊരു മുന്നോടിയാണ്. അതിന് മുന്നേ ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുന്നേ എന്ന് പറയുന്ന പോലെ ഒന്ന് എറിഞ്ഞിടുകയാണ്. ഞാൻ ആ വീട് മാറാൻ ഉദ്ദേശിക്കുന്നു, തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ആലോചിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വെക്കുകയാണ്. ഉടനെ തന്നെ ഒരു വീട് മാറ്റം പ്രതീക്ഷിക്കാം. നല്ലത് വരട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ആ ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.